പ്രധാന വാർത്തകൾ. പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും മണ്ഡലത്തിൽ സജീവമാകാൻ നീക്കം തുടങ്ങി. നിയമസഭയിൽ പങ്കെടുത്തതിന് പിന്നാലെ അദ്ദേഹം റവന്യൂ മന്ത്രിക്ക് കത്ത് നൽകി. പട്ടയ വിതരണവും സുന്ദരം കോളനിയിലെ പ്രശ്നങ്ങളും അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി. നിർബന്ധിത ഗർഭചിത്രം ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾക്ക് ശേഷം മണ്ഡലത്തിൽ എത്താതിരുന്ന രാഹുലിനെ ഇടത് സംഘടനകളും ബി.ജെ.പിയും പ്രതിഷേധം അറിയിച്ചിരുന്നു. ഇതോടെ കോൺഗ്രസിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഒറ്റപ്പെടുന്ന സംഭവം വരെ ഉണ്ടായി. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ കോൺഗ്രസ് നേതാവ് ടി.എൻ. പ്രതാപൻ നൽകിയ പരാതിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കില്ലെന്ന് പോലീസ് അറിയിച്ചു. സുരേഷ് ഗോപിയും സഹോദരനും വ്യാജരേഖ ചമച്ച് തൃശൂരിൽ വോട്ട് ചോർത്തിയെന്നായിരുന്നു പ്രതാപന്റെ പരാതി. എന്നാൽ ആരോപണം തെളിയിക്കുവാൻ ആവശ്യമായ രേഖകൾ പരാതിക്കാരന് സമർപ്പിക്കാൻ കഴിഞ്ഞില്ലെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയതായി പോലീസ് വ്യക്തമാക്കി. ജില്ലാ ഭരണകൂടത്തിലോ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലോ നിന്ന് കൂടുതൽ രേഖകൾ ലഭിക്കുന്നുവെങ്കിൽ കേസ് വീണ്ടും പരിഗണിക്കാമെന്നും പോലീസ് അറിയിച്ചു. അമേരിക്കയുടെ പുതിയ താരിഫ് നയം കേരളത്തിൽ സമുദ്രോൽപ്പന്നങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, കശുവണ്ടി, കയർ, തേയില തുടങ്ങിയ കയറ്റുമതി മേഖലകളിൽ നേരിട്ട് ബാധിച്ചേക്കാമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചു. ചെമ്മീൻ ഓർഡറുകൾ റദ്ദാക്കുകയും ജോലി സ്ഥിരതയ്ക്ക് ഭീഷണി ഉണ്ടാവുകയും ചെയ്യും. റബ്ബർ കയറ്റുമതിയും പ്രശ്നത്തിലാകും. 2,500 കോടി മുതൽ 4,500 കോടി വരെ വരുമാന നഷ്ടമുണ്ടാകാമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ പോലീസ് കസ്റ്റഡി മർദ്ദനങ്ങൾ, സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ സ്പീക്കർ അനുമതി നൽകി. പ്രതിപക്ഷം സമർപ്പിച്ച അടിയന്തര പ്രമേയമാണ് സ്വീകരിച്ചത്. ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണിക്കൂർ ചർച്ച നടക്കുമെന്ന് സ്പീക്കർ അറിയിച്ചു. വിഷയത്തിൽ ദൃശ്യമാധ്യമങ്ങൾ വ്യാപകമായി ചർച്ച നടത്തിയ സാഹചര്യത്തിൽ സഭയും ചർച്ച നടത്തേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. പോലീസ് മർദ്ദന വിഷയത്തിൽ സർക്കാരിനെതിരെ പോര് കനപ്പിക്കാനാണ് പ്രതിപക്ഷ നീക്കം. എന്നാൽ UDF ഭരണകാലത്തെ പോലീസ് മർദ്ദനങ്ങൾ അടക്കം ചൂണ്ടിക്കാട്ടി തിരിച്ചടിക്കാനാണ് ഭരണപക്ഷത്തിന്റെ തന്ത്രം. സെന്റ് ജോർജ് ചുണ്ടൻ വള്ളംകളിയിൽ ഭരണസമിതി എടത്വ ബ്രദേഴ്സ് ബോട്ട് ക്ലബ്ബുമായി നടത്തിയ കരാർ പാലിക്കാത്തതിനെ തുടർന്ന് ബന്ധപ്പെട്ട വള്ളവും ജംഗമ വസ്തുക്കളും ആലപ്പുഴ സിവിൽ കോടതിയുടെ ഉത്തരവ് പ്രകാരം ജപ്തി ചെയ്തു. മാലിപ്പുരയിൽ നിന്നും വള്ളം തിരികെ കൊണ്ടുവന്നാണ് നടപടികൾ പൂർത്തിയാക്കിയത്. ഓഫീസും വള്ളപ്പുരയും ഉൾപ്പെടുന്ന സ്വത്തുക്കളും ഇപ്പോൾ കോടതിയുടെ അധീനതയിലുള്ളതായി ഫ്ലക്സ് ബോർഡിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കൊച്ചി ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ പാലിക്കരയിൽ ട്രോൾ പിരിവിന് അനുമതിയില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ട്രോൾ പിരിവ് പുനരാരംഭിക്കണമെന്ന ദേശീയപാത അതോറിറ്റിയുടെ ഹർജി വ്യാഴാഴ്ചയ്ക്ക് മാറ്റിവെച്ച കോടതി ഇടക്കാല ഗതാഗത കമ്മിറ്റിയുടെ റിപ്പോർട്ട് അപൂർണമാണെന്നും ജനങ്ങളെ പരീക്ഷിക്കരുതെന്നും വ്യക്തമാക്കി. കളക്ടറുടെ സമഗ്രമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മുന്നോട്ടു പോകാനാവൂ എന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. അസം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ നൂപുർ ബോറയെ വരുമാനത്തിന് അനുപാതമല്ലാത്ത സ്വത്ത് സമ്പാദിച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുവാഹത്തി വസതിയിൽ നടത്തിയ റെയ്ഡിൽ 92 ലക്ഷം രൂപ പണവും 1 കോടി രൂപ വിലമതിക്കുന്ന ആഭരണങ്ങളും പിടിച്ചെടുത്തു. കൂടാതെ ബാർപേട്ടയിലെ വാടക വീട്ടിൽ നിന്ന് 10 ലക്ഷം രൂപയും കിട്ടി. ഭൂമി സംബന്ധിച്ച വിവാദങ്ങളിലും പങ്കുണ്ടെന്ന പരാതിയെ തുടർന്നുള്ള സാഹചര്യത്തിലാണ് കഴിഞ്ഞ 6 മാസമായി നിരീക്ഷണം നടന്നത്. ഒക്ടോബർ 1 മുതൽ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിൽ മാറ്റം വരുന്നു. റിസർവേഷൻ ആരംഭിച്ചതിന്റെ ആദ്യ 15 മിനിറ്റിനുള്ളിൽ IRTC വെബ്സൈറ്റ് വഴിയോ ആപ്പിലൂടെയോ ജനറൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ ആധാർ നിർബന്ധമായിരിക്കുന്നുവെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. കൗണ്ടർ വഴി ടിക്കറ്റ് എടുക്കുന്നതിലും ഏജന്റുമാർക്കുമുള്ള നിലവിലെ നിയന്ത്രണങ്ങളിലും മാറ്റമില്ല. തൽക്കാൽ ബുക്കിംഗിനും ആധാർ നിർബന്ധമായിരിക്കും. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ കനത്ത മഴയെ തുടർന്ന് വീണ്ടും മേഘവിസ്ഫോടനം സംഭവിച്ചു. മിന്നൽ പ്രളയത്തിലും മണ്ണിടിച്ചിലും വീടുകളും റോഡുകളും തകർന്നു. നിരവധി വാഹനങ്ങളും കടകളും ഒഴുക്കിൽപ്പെട്ടു. സമീപത്ത് നിന്ന് 2 പേരെ കാണാതായതായും റിപ്പോർട്ടുണ്ട്. തിരച്ചിൽ തുടരുകയാണ്. ചരിത്രപ്രസിദ്ധമായ ടപ്കേശ്വർ മഹാദേവ് ക്ഷേത്രം പൂർണ്ണമായും വെള്ളത്തിനടിയിലായി. ഡെറാഡൂൺ, ചമ്പാവത്ത്, ബാഗേശ്വർ, നൈനിറ്റാൾ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏഷ്യ കപ്പിലെ ഹസ്തദാന വിവാദത്തിൽ പാകിസ്ഥാന്റെ ആവശ്യത്തെ തള്ളി. മാച്ച് റഫറി ആൻഡി പ്രൈക്കോഫ്റ്റിനെ മാറ്റണമെന്ന പാകിസ്ഥാന്റെ ആവശ്യം നടക്കില്ലെന്ന് വ്യക്തമാക്കി. ഇന്ത്യ പാക് മത്സരത്തിൽ പാക് ക്യാപ്റ്റനോട് ഹസ്തദാനത്തിന് ശ്രമിക്കരുതെന്ന നിർദ്ദേശം റഫറിയുടെ ഇടപെടലിലൂടെ നൽകിയതാണെന്നും മാച്ച് സമയത്ത് പതിവ് ഹസ്തദാനം ഒഴിവാക്കിയതായും ICC വ്യക്തമാക്കി. പാക് താരങ്ങൾ ഗ്രൗണ്ടിൽ കാത്തിരുന്നിട്ടും ഇന്ത്യൻ താരങ്ങൾ ഹസ്തദാനത്തിന് തയ്യാറായിരുന്നില്ല. നാളത്തെ പാക് UAE മത്സരത്തിലും പ്രൈക്കോഫ്റ്റ് തന്നെ മാച്ച് റഫറിയായിരിക്കും. സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.